നാടത്വം ഹി കപേ കുതാ. എടാ, ഒരു കൊരങ്ങനെ ആരാ നാടനായിട്ട് നിശ്ചയിക്കാൻ? നിനക്ക് എവിടുന്നാണ് ആഠത്വം കിട്ടിയത്? എന്താ നീ ചോദിച്ചത്? എനിക്ക് എവിടുന്നാണ് ആഠത്വം കിട്ടിയതാണോ? എവിടാ എനിക്ക് എവിടുന്നാണ് നാഥത്വം കിട്ടിയതെന്നൊക്കെ പറയാം. അതിന് മുമ്പ് തവ കൂതാ, നിനക്ക് എവിടുന്നാണ് നാഥത്വം കിട്ടിയതെന്ന് പറയും. രാവണ, നീ പറഞ്ഞല്ലോ നീ ത്രൈലോക്യനാഥനാണ്. എന്തായാലും എനിക്കത് സമ്മതിക്കാൻ ഭാവില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാനാണ് നാഥൻ എന്ന് പറഞ്ഞപ്പോൾ നീ ചോദിക്കണു എനിക്ക് എവിടുന്നാണ് നാഥത്വം കിട്ടിയതെന്ന്. അതൊക്കെ പറയാം. എനിക്ക് എവിടുന്നാണ് കിട്ടിയതെന്ന് പറയാം. തവ കൂതാ, രാവണ, നിനക്ക് എവിടുന്നാ നാഥത്വം കിട്ടിയതെന്ന് പറയാം. ആരാ നിനക്ക് നാഥത്വം തന്നത്? ഓ, തന്നെ മുമ്പിൽ തന്നെ അങ്ങോട്ട് ചോദിച്ചെന്നെ ഇങ്ങോട്ട് ചോദിക്കാം. എനിക്ക് നാഥത്വം കിട്ടിയത് എവിടുന്നാണോ? എടാ കൊരങ്ങാ, എനിക്ക് ആരാണ് നാഥത്വം തന്നതെന്ന് നിനക്കറിയണം അല്ലേ? നാ കേട്ടോളൂ. വിശ്വാന്തകസ്യന്തകാൽ, വിശ്വാന്തകൻ്റെ അന്തകനിൽ നിന്ന്, വിശ്വാന്തകൻ്റെ അണ്ടകൻ, വിശ്വത്തിന് മുഴുവൻ ഒരു അണ്ടകനുണ്ടല്ലോ, സാക്ഷാൽ അണ്ടകൻ. ആ അണ്ടകൻ്റെ അന്തകൻ, അതായത് അന്തകാന്തകൻ. ആരാ ഈ അണ്ടകാന്തകൻ എന്നാണെങ്കിൽ ഈശാൽ, അണ്ടകാന്തകനായിട്ടുള്ള ഈശൻ സാക്ഷാൽ ശ്രീപരമേശ്വരൻ, കൈലാസനാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീപരമേശ്വരനുണ്ടല്ലോ, ലോകനായകനായിട്ടുള്ള ഭഗവാൻ. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് നാഥത്വം കിട്ടിയത്. നീ കേട്ടോളൂ. വാനരം, എനിക്ക് നാഥത്വം തന്നത് ആരാണെന്നല്ലേ? സാക്ഷാൽ ശ്രീപരമേശ്വരൻ. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് ത്രൈലോക്യനാഥത്വം കിട്ടിയത്. അവിടെ എങ്ങനെ കിട്ടി? നീ സംശയിക്കുക. ഇങ്ങനെയുള്ള നാഥത്വമൊക്കെ കിട്ടുന്ന പല ആളുകൾക്കും പല സ്ഥാനമാനങ്ങളും കിട്ടാറുണ്ട്, പല പദവികളും കിട്ടാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ് കിട്ടാറുള്ളത്? അത് പുറത്ത് പറയാണ്ടിരിക്കുക ഭേദം. ഈ പല ആളുകൾക്കും കിട്ടുന്ന സ്ഥാനമാനങ്ങളൊന്നും അവരുടെ വൈഭവം കൊണ്ട് കിട്ടണമെന്നല്ല. സേവ പിടിച്ച് ചില ആളുകളുടെ പിന്നാലെ നടന്ന അങ്ങനെയൊക്കെയാണ് പല ആളുകളും നേടിയെടുക്കണത്. പല സ്ഥാനമാനങ്ങളുടെയും കഥ അങ്ങനെയാണ്. ചില ആളുകൾക്ക് ചിലത് കിട്ടുന്നത് വേറൊരാളെ കാട്ടി കൊടുത്തിട്ടാണ്. അങ്ങനെ കിട്ടുന്ന ആളുകളുണ്ട്. അവനോൻ്റെ കേമത്തം കൊണ്ട് നാഥത്വം കിട്ടില്ല. അപ്പോഴാണ് കുറച്ച് ഭേദമായിട്ട് ഒരാൾ ഇവിടെ ഇങ്ങേപ്പുറത്തിരിക്കേണ്ട. അയാളെ കാട്ടിയാൽ ചിലപ്പോൾ നാഥത്വം കിട്ടും. ഇപ്പം നാഥത്വം കിട്ടണതിന് മുമ്പ് അയാളെ ഇങ്ങനെ കൊണ്ടു നടക്കും. എന്നിട്ട് അയാളെ കൊണ്ടു നടന്ന നാഥത്വം അങ്ങോട്ട് കിട്ടുന്ന അങ്ങോട്ട് ഉറപ്പായപ്പോൾ അയാളെ മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കും. അങ്ങനെയൊക്കെ കിട്ടിയ ആളുകളൊക്കെ ഉണ്ട്. ഏതാണെന്നും പറയണില്ല. എന്തായാലും അങ്ങനെ കിട്ടിയ ആളുകളുണ്ട്. എനിക്ക് അങ്ങനെയാണോ കിട്ടിയത്? ഭഗവാൻ ശ്രീപരമേശ്വരനെ സേവിച്ചിട്ടോ അദ്ദേഹത്തിനെ മറ്റൊരു തരത്തിൽ തൃപ്തിപ്പെടുത്തിയിട്ടോ അല്ല. എങ്ങനെ എനിക്ക് നാഥത്വം കിട്ടിയത് എന്നാണെങ്കിൽ ഉഗ്രതപ പ്രസന്നവരടാൽ, ഉഗ്രതപ പ്രസന്ന വരദനാണ് ഭഗവാൻ ശ്രീപരമേശ്വരൻ. എൻ്റെ ഉഗ്രമായിട്ടുള്ള തപസ്സുകൊണ്ട് സംതൃപ്തനായി തീർന്നിട്ടാണ് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചത്. അതിഭയങ്കരമായിട്ടുള്ള തപസ് ചെയ്താണ് അദ്ദേഹത്തെ ഞാൻ തൃപ്തിപ്പെടുത്തിയത്. എൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ടാ. എങ്ങനെ? ഭഗവാൻ ശ്രീപരമേശ്വരനെ ഞാൻ വളരെ കാലം തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് കുറേ കാലമായിട്ടും അദ്ദേഹം പ്രത്യക്ഷനാവണില്ല എന്ന് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഓരോ ശിരസ്സും അറുത്ത് ഹോമിക്കാൻ തുടങ്ങി. 10 തലകളും അറുത്ത് ഹോമിച്ചപ്പോഴാണ് അദ്ദേഹം സംതൃപ്തനായത്. അദ്ദേഹത്തിന് തൃപ്തിയായത് അപ്പോഴാ. അങ്ങനെ എൻ്റെ ശിരസ് അറുത്ത് ഹോമിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്തി. അങ്ങനെയാണ് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചത്. ഉഗ്രതപ പ്രസന്നവരടാൽ, ഉഗ്രമായിട്ടുള്ള തപസ്സുകൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ളതാണ് ത്രൈലോക്യനാഥത്വം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിടാ. എടാ കൊരങ്ങാ, അങ്ങനെയാണ് ഞാൻ ത്രൈലോക്യനാഥനായത്. അത് കേട്ടു. അത് കേട്ടപ്പോൾ ഓ രാവണ, നിനക്ക് ഇങ്ങനെയാണ് അല്ലേ? എന്താ നീ പറഞ്ഞത്? തലയറുത്തിട്ട് കിട്ടിയതാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ ബോധ്യമായി. പല ആളുകളും ഇങ്ങനെയാണേ, ഈ തലയറുത്തിട്ടാണ് കേമനാവുക. പല ആളുകൾക്കും പലതും കിട്ടണത് ഈ തലയറുത്തിട്ടാണ് പറയണത്. നീ എന്താ പറഞ്ഞത്? നിൻ്റെ തലയറുത്തിട്ടാണ് നിനക്കത് കിട്ടിയിരുന്നത്.
അയ്യോ, നിൻ്റെ തല നീ ഇങ്ങനെ അറുത്തിട്ടുണ്ടെങ്കിൽ മറ്റോരുടെ തല എത്ര എണ്ണം നീ അറുത്തുണ്ടാവും? നിൻ്റെ തല ഇറക്കാൻ നിനക്ക് മടിയില്ല, അപ്പോൾ മറ്റുള്ളവൻ്റെ കഥ പറയണോ? ബാക്കിയുള്ളവരുടെ പറയണോ? അങ്ങനെ എത്ര ആളുകളുടെ തല നീ അറുത്തിട്ടുണ്ടാവും രാവണ? ഇങ്ങനെ ഈ തല ഇറക്കണവരൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഓരോ സ്ഥാനങ്ങളിൽ കയറിയിരിക്കണതേ. പണ്ട് പല ആളുകളുടെയും തല ഇറത്തിട്ടുണ്ട്. എന്നാ അവനാ കേമൻ. ഈ തല ഇറക്കണവനാണ് കേമൻ എന്ന് ധരിച്ച് വശമായിട്ടുള്ള ചില ആളുകളുണ്ട്. രാവണ, ഞാൻ അങ്ങനെ വിചാരിക്കണവനല്ല. തല ഇറക്കലല്ല കേമട്ടെ, മറ്റവൻ്റെ തലയിറക്കൽ കേമായിട്ടുള്ള ഒന്നായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയല്ല നാഥത്വം കിട്ടിയേക്കണത്. എനിക്ക് നാടട്ടുണ്ടെന്നതാരാ എന്നാണെങ്കിൽ നിനക്കാരാണെന്നത് വിശ്വാന്തകൻ്റെ അന്തകൻ അല്ലേ? എന്നാ എനിക്ക് തന്നത് ആരാണ് കേട്ടോളൂ. രാവണസ്യന്തകാൽ. എനിക്ക് ത്രൈലോക്യ നാടട്ടം തന്നിട്ടുള്ളത് വേറെ ആരുമല്ല, രാവണൻ്റെ അണ്ടകനാ. അങ്ങനെയാണ് അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിക്കുക. രാവണൻ്റെ അണ്ടകൻ, രാവണൻ്റെ അണ്ടകൻ, രാവണാണ്ടകൻ. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ സ്തുതിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളാണ്. അതാരാ? സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രൻ ഉണ്ടല്ലോ, എൻ്റെ അണ്ടകനായിട്ടുള്ള ലോകനായകനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, അദ്ദേഹമാണ് എനിക്ക് നാടകം തന്നിട്ടുള്ളത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാ? അദ്ദേഹം ഈ രാവണാണ്ടകൻ അദ്ദേഹത്തെ പറ്റി ആരാ പറയണത് എന്നാണെങ്കിൽ രുദ്രോപേന്ദ്രമഹേന്ദ്രമന്യമഹസാണ് അദ്ദേഹം. രുദ്രൻ, ഉപേന്ദ്രൻ, മഹേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആളുകളാൽ എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ആളാണ്, എല്ലാവരാലും മാനിക്കപ്പെടുന്ന ആളാണ്. ശ്രീപരമേശ്വരനായിക്കോട്ടെ, മഹാവിഷ്ണുവായി ശ്രീനാരായണനായിക്കോട്ടെ, ബ്രഹ്മാവായിക്കോട്ടെ, ഇന്ദ്രനായിക്കോട്ടെ, അങ്ങനെ തുടങ്ങി യോഗ്യന്മാരെന്ന് കണക്കാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും മാനിക്കണ ആളാണ്. ഈ യോഗ്യന്മാർ മാനിക്കുമ്പോഴേ അതിന് കേമട്ടുള്ളൂ. അല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ ചില കൊള്ളരുതാട്ടൊരു നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ത്രൈലോക്യത്തിലും വെച്ച് ഏറ്റവും യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ സ്തുതിക്കണ ആളാണ്, അവർ മാനിക്കണ ആളാണ്. അങ്ങനെയുള്ള രാവണാണ്ടകനായിട്ടുള്ള ശ്രീരാമചന്ദ്രനാണ് എനിക്ക് നാഥത്വം തന്നിട്ടുള്ളത്. രാവണ, എന്നെ നാഥനാക്കിയിട്ടുള്ള അദ്ദേഹമാണ് എന്ന് അങ്കദൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ അത് കേട്ടു. ഓ, ഇനി ഇവനോടൊന്നും പറയണ്ട, പറഞ്ഞിടത്തോളമൊക്കെ മതിയായി. ഇപ്പം ഞാൻ ചിലത് പറയാൻ പുറപ്പെട്ടിട്ടാണ് ഇപ്പോൾ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതേ, എൻ്റെ മുഖത്തു നിന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇനി ഒന്നും ഇവനോട് പറയണ്ട. ഇനി പറഞ്ഞാൽ ഇനി അടുത്തത് എന്താ അവൻ പറയുക എന്ന് നല്ല നിശ്ചയമില്ല. ഇവൻ എന്തും പറയാം. അതുകൊണ്ട് ഇനി ഇവനോട് ഒരക്ഷരം മിണ്ടണ്ട എന്ന് വിചാരിച്ച് രാവണൻ അവിടെ എങ്ങനെ ഇരുന്നു.